ഒറ്റപ്പെടൽ അതൊരു മനുഷ്യന്റെ ഏറ്റവും ബലഹീനമായ അവസ്ഥയാണ്. ആ സമയത്ത് നമ്മൾ തിരയുന്നത് സ്നേഹമല്ല, ഒരു ആശ്വാസം മാത്രമാണ്. പക്ഷെ അത് തെറ്റായ കൈകളിൽ നിന്ന് കിട്ടുമ്പോഴാണ് അതൊരു വിഷമമായി മാറും. ഒറ്റപ്പെടൽ അത് ചിലപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല, നമ്മൾ തന്നെ അതിലേക്ക് നടക്കുകയാണ്. ആദ്യം ആരും നമ്മളെ ഉപേക്ഷിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്ന് അകന്നു പോവുകയാണ്. ഒരു ചെറിയ ശ്രദ്ധ പോലും ആ സമയത്ത് നമുക്ക് വലിയ ആശ്വാസമായി മാറും. അതായത് നമ്മൾ ഒറ്റപ്പെടുന്നത് നമുക്ക് ആരുമില്ലാഞ്ഞിട്ടല്ല, ആരും തന്നെ നമ്മളെ ഉപേക്ഷിക്കുന്നുമില്ല. നമ്മൾ എല്ലാവരിൽ നിന്നും മാറി മാറി നിൽക്കുന്നത് കൊണ്ടാണ് ഒറ്റപ്പെടുന്നതായിട്ട് തോന്നുന്നത്. ആ സമയത്ത് നമുക്ക് എവിടെ നിന്നെങ്കിലും ഒരു ചെറിയ ശ്രദ്ധ, ഒരു കെയർ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ സ്നേഹമായി തോന്നും. അങ്ങനെ ജീവിതം മാറി മറിഞ്ഞ, ജീവിതം തന്നെ ഇല്ലാതായ, ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വന്ന എത്ര 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 ജീവിതങ്ങൾ. നമുക്കൊരു കഥ കേൾക്കാം. അവളുടെ പേര് ആശ. ആശ വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവൾക്ക് നല്ലൊരു കുടുംബം ഉണ്ടായിരുന്നു, സ്നേഹമുള്ള അമ്മ, അച്ഛൻ, ഒപ്പം നിന്ന സുഹൃത്തുക്കൾ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ജീവിതത്തിൽ അവൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ തുടങ്ങി. അമ്മയുടെ വാക്കുകൾ അവൾക്ക് ബുദ്ധിമുട്ടായി തോന്നി. അച്ഛന്റെ നിയന്ത്രണം അവൾക്ക് ഇഷ്ടമായില്ല. സുഹൃത്തുക്കളുടെ തമാശകൾ പോലും അവൾക്ക് വേദനയായി തോന്നി. അവൾ ചിന്തിച്ചു, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. അവൾ മെല്ലെ മെല്ലെ സംസാരിക്കുന്നതെല്ലാം കുറച്ചു. അവളുടേതായ ഒരു ലോകത്തേക്ക് അവൾ അടഞ്ഞു. ഫോൺ, സോഷ്യൽ മീഡിയ, അതിലെല്ലാം അവൾ കൂടുതൽ സമയം ചിലവഴിച്ചു. അവൾ അറിയാതെ അവളുടേതായ ഒരു ലോകത്ത് അവൾ തകരുകയായിരുന്നു. ഒറ്റപ്പെടലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം അവൾക്ക് മനസ്സിലായി, വീട്ടിൽ സംസാരിക്കാൻ എനിക്ക് ആരുമില്ല, സുഹൃത്തുക്കൾ മാറി നിൽക്കുന്നു, മനസ്സിൽ ഒരുപാട് ചിന്തകൾ. എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവൻ വരുന്നത്. അവന്റെ ഒരു മെസ്സേജ്, നിനക്ക് സുഖമാണ്. ആദ്യം അവൾ അതിന് മറുപടി പറഞ്ഞില്ല. പിന്നീട് അവൾ മറുപടി നൽകാൻ തുടങ്ങി. അവൻ വളരെ മൃദുവായി സംസാരിച്ചു. അവളുടെ കഥ കേട്ടു, അവളെ ആശ്വസിപ്പിച്ചു. ഞാൻ ഉണ്ടല്ലോ നിനക്ക്. ഈ ഒരു വാക്ക് ആശയുടെ ഹൃദയത്തിൽ നേരെ തട്ടി. ദിവസങ്ങൾ കടന്നുപോയി. എല്ലാം അവനോട് അവൾ പങ്കുവച്ചു. തന്റെ വേദനകൾ, രഹസ്യങ്ങൾ എല്ലാം പറഞ്ഞു. അവൾക്ക് തോന്നി, ഇതാണ് യഥാർത്ഥ സ്നേഹം. പക്ഷെ അതൊരു വലയായിരുന്നെന്ന് അവൾ മനസ്സിലാക്കാൻ വൈകി. അവൻ അവൾക്ക് മേലെ ഒരു വല കെട്ടുകയായിരുന്നു. പിന്നീട് അവൻ കൂടുതൽ സമയം സംസാരിക്കാൻ തുടങ്ങി. നീ എന്റേത് മാത്രമാണെന്ന് അവൻ പറഞ്ഞു. അവളെ മറ്റുള്ളവരിൽ നിന്നും അവൻ അകറ്റി. നിനക്കാരും വേണ്ട, ഞാൻ മതി. ഇവിടെയാണ് അപകടം തുടങ്ങിയത്. അവൾ എന്ത് ചെയ്യണമെന്ന് വരെ പറഞ്ഞു തുടങ്ങി. ആരോട് സംസാരിക്കരുതെന്നും കൂടി പറഞ്ഞു. അവളെ കുറ്റബോധത്തിലാക്കി. നീ എന്നെ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ പോകുമെന്ന് അവൻ പറഞ്ഞു. അതോടെ ആശ ഭയന്നു. അവനെ നഷ്ടപ്പെടാൻ പാടില്ല. അവൾ വിചാരിക്കുന്ന യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അവനായിരുന്നു. പക്ഷെ പിന്നീട് അവൾ മനസ്സിലാക്കുകയാണ് ഒരു ദിവസം, ഇവിടെയാണ് അവൾക്ക് സ്വാതന്ത്ര്യമില്ലാത്തതെന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. ഞാൻ ഇപ്പോഴാണ് സന്തോഷവതിയല്ല എന്നുള്ളത് അവൾ മനസ്സിലാക്കുകയാണ്. ഇത് സ്നേഹമാണോ എന്നവൾ ചിന്തിക്കുകയാണ്. അവൾക്കൊരു ഉത്തരം കിട്ടി, ഇത് സ്നേഹമല്ല. അവളുടെ തിരിച്ചുവരവായിരുന്നു പിന്നെ. അവൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്നു. അവനെ ഒഴിവാക്കി, ബന്ധം വിച്ഛേദിച്ചു. വിശ്വസനീയരായ ആളുകളെ സമീപിച്ചു.
തന്റെ ചുറ്റിനുമുള്ള തന്റെ അമ്മയും അച്ഛനും സുഹൃത്തുക്കളും എല്ലാം ഏറ്റവും വിശ്വസനീയരാണെന്ന് അവൾ മനസ്സിലാക്കി. ആദ്യത്തിലൊക്കെ അവൾക്ക് അവനെ ഉപേക്ഷിച്ചതിൽ വളരെ ബുദ്ധിമുട്ട്, കരച്ചിൽ, ഭയം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അവൾ അതെല്ലാം മാറ്റി. അവിടെ യഥാർത്ഥ സുഹൃത്തുക്കളിലേക്കും യഥാർത്ഥ സ്നേഹത്തിലേക്കും തിരിച്ചു വന്നു. അവൾക്ക് മനസ്സിലായി ഒറ്റപ്പെടൽ കൊണ്ട് തെറ്റായ ആളുകളെ വിശ്വസിച്ചു പോവുകയാണ്. ഈ ഒറ്റപ്പെടൽ വരുത്തിയത് താൻ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. തന്നെ വല്ലാതെ കെയർ ചെയ്യുന്നവനൊന്നും അതൊന്നും സ്നേഹമല്ലെന്ന് അവൾക്ക് മനസ്സിലായി. കൈപിടിക്കുന്നത് എല്ലാം രക്ഷപ്പെടുത്താനല്ല എന്ന് അവൾക്ക് മനസ്സിലായി. ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെടും, പക്ഷെ ആ സമയത്ത് എടുത്ത തീരുമാനങ്ങൾ നമ്മുടെ ജീവിതം തകർക്കാനും ചിലപ്പോൾ രക്ഷിക്കാനും കഴിയും. നിന്നെ ഒറ്റപ്പെടുത്തുന്നവൻ നിന്നെ സ്നേഹിക്കുന്നവനല്ല, നിന്നെ ഭയപ്പെടുത്തുന്നവൻ നിന്നെ സംരക്ഷിക്കുന്നവനുമല്ല. സത്യമായ സ്നേഹം നിന്നെ സ്വതന്ത്രനാക്കും. ഒറ്റപ്പെടുന്നവനെ ചെന്നായി പിടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? ആ പഴഞ്ചൊല്ല് എത്ര സത്യമാണ്. ഇതൊരു പെൺകുട്ടിയുടെ മാത്രം കഥയല്ല, നമ്മളിൽ പലർക്കും സംഭവിക്കുന്ന ഒരു സത്യമാണ്. ഒറ്റപ്പെടുമ്പോൾ ആരെങ്കിലും നിന്നോട് സ്നേഹത്തോടെ ശ്രദ്ധയോടെ നിന്നെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോ, അത് നിന്നെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ. ഒരു നിമിഷം ചിന്തിക്കൂ. ഒറ്റപ്പെടൽ ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല, അത് നമ്മളെടുത്ത ചെറിയ ചെറിയ തീരുമാനങ്ങൾ ചേർന്നതായിരുന്നുവെന്ന്. നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും, പക്ഷെ ചില സമയങ്ങളിൽ അവരുടെ സ്നേഹം നമ്മൾ കാണുന്നില്ല. അമ്മയുടെ ശാസനം, അച്ഛന്റെ നിയന്ത്രണം, കുടുംബത്തിന്റെ കരുതൽ, ഇതൊക്കെ നമ്മൾ തെറ്റായി മനസ്സിലാക്കും. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഇതാണ് ഒറ്റപ്പെടലിന്റെ തുടക്കമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ തിരയുന്നത് ഒരു സ്നേഹമല്ല, ഒരു ആശ്വാസമാണ്. അത് തെറ്റായ കൈകളിൽ നിന്ന് കിട്ടുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും ഒറ്റപ്പെടുന്നത്. മനസ്സിലാക്കുക. അത്യന്തം തെറ്റായ തീരുമാനങ്ങളിലേക്ക് ചില കുട്ടികളെ തള്ളുന്നതും ഇങ്ങനെയുള്ള ഒറ്റപ്പെടൽ സമയത്ത് നമുക്ക് ആശ്വാസമാകുന്ന ചില തെറ്റായ കൈകളും ചില തെറ്റായ വാക്കുകളുമാണ്. അമ്മ, അച്ഛൻ, കുടുംബം, സുഹൃത്തുക്കൾ, അവരുടെ ഒന്നും സ്നേഹം ഒരിക്കലും കുറയില്ല. പക്ഷെ നാമാണ് അത് കാണാതെ പോകുന്നത്.